നമ്മുടെ സ്ത്രീകളുടെ ചിന്താഗതികളിലെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചില്ലേ? അതായത് ഒരു 70 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 2024 എത്തിയപ്പോഴത്തേനും സ്ത്രീകളിലും പെൺകുട്ടികളിലും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്, അല്ലേ? അവര് ചിറകു വെച്ച് പറക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് പെൺകുട്ടികൾ. സ്ത്രീകൾക്കാണേലും ഒത്തിരി അമ്മമാർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവര് ഈ വീടിനകത്ത് ഒതുങ്ങി കൂടേണ്ടതല്ല, അവർക്ക് ഒരു സ്വാതന്ത്ര്യം വേണം, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി വേണം എന്നുള്ള ചിന്തയിലൊക്കെ സ്ത്രീകളും വന്നിട്ടുണ്ട്. ഒത്തിരി മാറ്റങ്ങൾ. ഒത്തിരി പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ, എൻ്റെ പ്രായത്തിലുള്ളവരോടൊക്കെ ആണെങ്കിലും പറയുമ്പം അവർ പറയണത്, എടി പണ്ടത്തെ പോലെയൊന്നും അല്ലാട്ടോ ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്ന സ്ത്രീകളാണ് അധികവും ഉള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ ഒരു കാര്യത്തിൽ ഇന്നും മാറ്റം വന്നോന്ന് എനിക്കൊരു ചെറിയ സംശയം വരാറുണ്ട്. നമ്മുടെ കുഞ്ഞുപ്രായത്തിൽ പെൺകുട്ടികളെ, അതായത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തുന്നവരെ നമ്മൾ അവർക്കെല്ലാം സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ വിവാഹശേഷം പല പെൺകുട്ടികളും അവരുടെ ആ വീടുകളിലേക്ക് ഒതുങ്ങി പോകണുണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അതായത് ഭർത്താവിന്റെ സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൾക്ക് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം, അവളുടെ വീട്ടിൽ കിട്ടിയ ഒരു സ്വാതന്ത്ര്യം അവൾക്ക് ഭർത്താവിന്റെ വീടുകളിൽ ഇപ്പോൾ കിട്ടാറില്ല. അവൾ ആ വീടുകളിലെ 4 ചുമരുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടാണ് അധികവും ശ്രമിക്കുന്നത്. കഴിവുകളൊന്നും പുറത്തെടുക്കാൻ ഒരു പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല. അതൊരു ദുഃഖകരമായ ഒരവസ്ഥയാണ്. പിന്നെയുണ്ട്, സ്ത്രീകൾ പണ്ടത്തെ പോലെയല്ല. ഈ ഒരുമാതിരി പ്രായമായ അമ്മമാർ, പ്രായം എന്ന് വെച്ചാൽ ഒരു 10-55 വയസ്സ് ആയ സ്ത്രീകള്, അവർക്ക് സാമ്പത്തിക ശേഷി വേണം, വിവാഹത്തിന് ശേഷം സാമ്പത്തിക ശേഷി വേണം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് ഇപ്പോൾ. ഞങ്ങൾക്കും വേണം ഒരു സമ്പാദ്യം, ഞങ്ങൾക്ക് വേണം ഒരു സാമ്പത്തിക ഭദ്രത എന്ന് വേണം, ഒരു ഇക്കണോമിക്കൽ ഇൻകം അവർക്കും കൂടെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് സ്ത്രീകൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ സ്ത്രീകൾ. പണ്ട് കാലത്ത് ഭർത്താവിന്റെ തണലിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുവെങ്കിലും ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് എനിക്കും ഒരു വരുമാനം, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വരുമാനം എന്നുള്ള ചിന്തയിലേക്ക് ഒത്തിരി മാറി. അത് നല്ലൊരു സൂചനയായിട്ടാണ് കാണേണ്ടത്, അല്ലേ? ഭർത്താക്കന്മാർ പറയും, അതിനെന്തിനാ നിനക്ക് വരുമാനം, ഞാൻ പുറത്തു പോയി പണി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നില്ലേ, നിങ്ങൾക്ക് ചെലവിന് തരുന്നില്ലേ എന്ന് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലെ പണി എന്ന് പറഞ്ഞ ഒരു മുഷിപ്പ് പിടിച്ച പണിയാണെന്നുള്ള മിക്ക ഭർത്താക്കന്മാരും മറന്നു പോകുന്നു. അദ്ദേഹം പുറത്തു പോയി പണിയണേക്കായാലും 4 ഇരട്ടി പണി ആ ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്, ഇല്ലേ? പക്ഷെ അവർക്ക് അതിൻ്റെതായ സാമ്പത്തിക ഭദ്രത ഇല്ലതാനും. ചില സ്ത്രീകളുണ്ട് വീട്ടിലെ പണിയും ചെയ്യണം, പിന്നെ പുറത്തു പോയി ഒരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സ്ത്രീകളും ഉണ്ട്. ഒത്തിരി സ്ത്രീകളില്ല, ഇന്നത്തെ മിക്ക സ്ത്രീകളും തന്നെ അങ്ങനെയാണ്. അവരപ്പോൾ വീട്ടിലെ പണിക്ക് അവർക്ക് എന്നാ ഇരിക്കുന്ന ഒരു മൂല്യം. ആ സമയത്ത് രണ്ടുപേരും കൂടെ പങ്കാളിത്തത്തോടു കൂടി ആ വീട്ടിലെ പണിയും കൂടെ ചെയ്യുവാണെങ്കിൽ അതിനൊരു ഇക്വാലിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? പിന്നെയുണ്ട്, ഇന്നത്തെ സ്ത്രീകൾക്ക്, ഹൗസ് വൈഫായിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അതിൻ്റെതായ ഒരു വരുമാനം ഭർത്താക്കന്മാർ കൊടുക്കാൻ, ആ വീട്ടിലുള്ള അംഗങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം. കാരണം അവർക്കൊരു സമ്പാദ്യം, അവക്കടെ കാര്യങ്ങൾ നടത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ ഒക്കെ ഉള്ളൊരു ചെറിയ സമ്പാദ്യം അവക്കും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ സ്ത്രീ വളരെ ഹാപ്പിയാവും. കാരണം അവൾക്ക് ആ വേറൊരു വരുമാനവും ഇല്ല. എന്ത് കാര്യത്തിനും ചോദിക്കും, ചിലപ്പോൾ ഉണ്ടെന്ന് പറയും, ചിലപ്പോൾ പൈസ ഇല്ലാന്ന് പറയും, പിന്നെ തരാമെന്ന് പറയും, നിനക്ക് എന്തിനാ ഇപ്പോൾ പൈസയുടെ ആവശ്യം എന്ന് ചോദിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, ഇല്ലേ? അപ്പം അവർക്ക് സ്വന്തമായിട്ടൊരു പൈസ കയ്യിലുള്ളപ്പം അവർക്ക് ആവശ്യത്തിന് ചിലവാക്കാമല്ലോ. അപ്പം ഒരു തുക ഭർത്താക്കന്മാരെ, ആർക്കാണോ ജോലിയുള്ളത് അവരെ ഈ വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെയുള്ള സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ, പണ്ട് കാലത്തെന്ന് വെച്ചാൽ ആൺമക്കൾക്കും കൂടുതൽ സ്വത്ത് കൊടുക്കുമായിരുന്നു. അപ്പം ആൺമക്കൾ പറയുന്നത് പെൺകുട്ടികൾക്ക് അർഹമായ കൊടുത്താണ് അവരെ കല്യാണം വിവാഹം കഴിച്ചു വിട്ടത് എന്ന് പറയുമായിരുന്നു. പക്ഷെ നല്ല ഒരു തുക ഷെയർ ആൺകുട്ടിയുടെ പേര് പോകും. അതിന് കാരണം പറഞ്ഞാൽ അച്ഛനെയും അമ്മേനെയും നോക്കുന്ന അവരായിരിക്കും എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെയാണ് അച്ഛനെയും അമ്മേനെയും ആൺമക്കൾ നോക്കുന്നത്? മിക്ക ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാണ് അച്ഛനെയും അമ്മേനെ നോക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് നല്ലതാട്ടോ. അവിടെ ഡോക്ടേഴ്സിന്റെ സേവനമുണ്ട്, അവർക്ക് എല്ലാം നോക്കാൻ സൗകര്യങ്ങളുണ്ട്. മക്കൾക്ക് ചില കാരണം, ഇതിനകത്തൊരു കാര്യം സത്യം പറയേണ്ടതുണ്ട് കേട്ടോ. ചില മാതാപിതാക്കൾക്ക് മക്കള് ജോലിക്ക് പോകാതെ വീട്ടിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട്. എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറയണവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വൃദ്ധസദനങ്ങൾ നല്ലതാണ്. നല്ല നല്ല വൃദ്ധസദനത്തിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ
അവിടുത്തെ അവർക്ക് സന്തോഷവന്മാരായിട്ടിരിക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. മക്കൾക്ക് സ്വൈര്യമായിട്ട് ജോലിക്ക് പോകാം, അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ പൈസ അങ്ങ് കൊടുത്താൽ മതി അല്ലേ. അങ്ങനെ ചിലർക്ക് മനസ്സിന് ഇഷ്ടമില്ലാണ്ട് കൊണ്ടിടുന്നവരും ഉണ്ട്. അപ്പം മനസ്സിന് ഇഷ്ടമില്ലാത്തവരങ്ങനെ കൊണ്ടിടാണ്ടിരിക്കുക. അപ്പം അതിനാന്നും പറഞ്ഞായിരുന്നു പണ്ട് പ്രോപ്പർട്ടി ഭാഗം ചെയ്യുമ്പം ആൺകുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആ സാഹചര്യം മാറി പെൺകുട്ടികൾക്ക് തുല്യ അവകാശമായി. നമ്മളൊന്ന് ചോദിക്കട്ടെ, പെൺകുട്ടിക്ക് കൊടുത്ത തുകയുടെ ആനുപാതികമായിട്ടാണോ ഒരു ആൺകുട്ടിയുടെ സ്വത്തെടുക്കുന്നത്? തുല്യമാണെങ്കിൽ പോലും അല്ല. ആൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും, ഇന്നത്തെ കാലത്തും ആൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും സ്വത്ത് കൊടുക്കുന്നത്. ആൺകുട്ടികളോട്ട് അച്ഛനെയും അമ്മേനോട്ട് നോക്കണമില്ല താനും. അപ്പം പിന്നെ അതിലൊരു അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എന്നാ, പുറത്തു പോകാനാണെങ്കിലും ഒരു യാത്ര പോകാൻ, ഒരു സോളോ ആയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ടൂറ് പോകാനാണെങ്കിലും ഒക്കെ ആ സ്ത്രീക്ക് ഒരു അനുവാദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് പോലും. കാര്യം പറഞ്ഞാൽ വലിയ വനിതാ ദിനമൊക്കെയാണ് നമ്മൾ ആചരിക്കുമെങ്കിലും പലപ്പോഴും അതിനുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും ആർക്കും കിട്ടാറില്ല. ഒരു പെൺകുട്ടികളൊന്നും ചോദിക്കാറുമില്ല. മിക്ക സ്ത്രീകളും അതൊന്നും വേണ്ട, അതൊക്കെ പൈസ ചിലവാണ്, ഭർത്താവിൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിലും പെണ്ണുങ്ങൾ പറയുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചേക്കണ ഇവരെ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ തരാം, നിനക്കിപ്പോൾ എന്തിനാ പൈസയുടെ ആവശ്യം, അതടക്കണ്ടേ ഇതടക്കണ്ടേ, ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞു കേൾപ്പിക്കും. അപ്പോൾ പിന്നെ സ്ത്രീകൾ അവർക്ക് എന്നാ പറയണേ, സംസാരിച്ചതെല്ലാം തിരിച്ചു വിഴുങ്ങി അവരനങ്ങാണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതിനാണ് സ്ത്രീക്കുള്ളൊരു സ്വാതന്ത്ര്യം വേണ്ടത്. സാമ്പത്തികമായിട്ടൊരു സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. അല്ലാണ്ട് വീട്ടിനകത്തിരുന്നിട്ട് ഒരിക്കലും അവർക്കൊരു പുറം ലോകത്തേക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാണ്ട് ജീവിക്കാന്നേ ഉള്ളൂ. ഇനിയുള്ള കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം. എന്തെങ്കിലും ഒരു സാമ്പത്തിക മാർഗം അവർക്കുണ്ടായിരിക്കണം. സാമ്പത്തികം പ്രധാനമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അവർക്കൊരു വരുമാനം ഇല്ലെങ്കിലുണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ മിക്ക വീടുകളിലും ഉണ്ടോ അവർ വഴക്ക് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ചില സ്ഥാപനങ്ങളിൽ ഭാര്യയും ഭർത്താവും കൂടെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഭാര്യയ്ക്ക് ശമ്പളം വെക്കുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാര്യമാണ്. ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ അവിടെ ഭാര്യ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനിരിക്കുകയെന്ന് വെച്ചോ, സ്റ്റേഷനറി കടയാന്ന് വെച്ചോ, എടുത്തു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് മാസം വേറൊരു സ്റ്റാഫിനുള്ള പോലെ തന്നെ ശമ്പളം കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് നല്ലതാ. ആ പുള്ളിക്ക് അവക്കടെ കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കോളും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ ഇത് പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് 1000 രൂപയെങ്കിലും ഒരു മാസം കൊടുക്കുകയാണെങ്കിൽ ആ ഭാര്യ ഭയങ്കര സന്തോഷവതിയായിരിക്കും. ഇപ്പം മിക്ക പെണ്ണുങ്ങളുടെയും വരുമാന മാർഗം മീൻ മേടിക്കണതിൻ്റെ മിച്ചം പൈസ, അല്ലെങ്കിൽ ഗ്യാസ് നിറക്കണതിൻ്റെ മിച്ചം പൈസ, റേഷൻ കടയിൽ പോകുന്നതിൻ്റെ മിച്ചം പൈസ, ഇതൊക്കെയാണ് സാധാരണ വീട്ടമ്മമാരുടെ വരുമാനം. അതല്ലാതെ അവർക്കൊരു തുകയായിട്ട് അവരുടെ കൈ കൊടുക്കുകയും അവരുടെ ആ സന്തോഷങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വീടിനൊരു ഐശ്വര്യമാണേ. അവർ നമ്മളങ്ങ് നോക്കുക, അവരുടെ ആ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാവുക. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് അവർക്കുള്ളൂ. മിക്ക വീട്ടമ്മമാർക്കും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും കാണില്ല. കാര്യം പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരായിരിക്കാം. അപ്പം അതല്ലാതെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാലും ഒരുമാതിരിപ്പെട്ട വീട്ടിലൊക്കെ ഭർത്താക്കന്മാരായിരിക്കാം. അപ്പം ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന ഇവരുടെ മനസ്സിലാകെ കൊച്ചു കൊച്ചൊരു 1000 കിട്ടുമ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു.